മന്ത്രി കെ ബാബുവിനെതിരെ മാണി വിഭാഗം ബിജു രമേശിന്റെ ആരോപണത്തിൽ തുടരന്വേഷണം നടത്തണം. ബാറുടമകളുടെ പിരിവിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണമെന്നും മാണിക്കും ബാബുവിനും രണ്ട് നീതിയെന്നും ആരോപണം. ആവശ്യമുന്നയിച്ചത് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം കെ ജെ ദേവസ്യ. ചെന്നിത്തലയ്ക്കും ശിവകുമാറിനുമെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ കേസ് തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഗൂഢാലോചനയാണ്, കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ബാർ അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നത് 15 കോടിയുണ്ട്, 20 കോടിയുണ്ട് പിരിച്ചു, അവർക്ക് ആർക്കൊക്കെയോ കൊടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഇവർ പിരിച്ച മൊത്തം തുകയുടെയും കണക്ക് പരിശോധനാ വിധേയമാക്കേണ്ടതല്ലേ? അവർ കൊടുത്തു എന്ന് പറയുന്നു. ആർക്കൊക്കെയാണ് കൊടുത്തത്? ബിജു രമേശ് പറയുന്നത് ആരോ കൊണ്ടുപോയി കൊടുത്തു, കെ എം മാണിക്ക് പണം കൊടുത്തു എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ബിജു രമേശ് പറയുന്നു, ഞാൻ നേരിട്ട് ചെന്ന് കേരളത്തിൻ്റെ എക്സൈസ് മന്ത്രിക്ക് ഇത്ര ലക്ഷം രൂപ ഇന്ന ആവശ്യത്തിന് വേണ്ടി കൈക്കൂലിയായി കൊടുത്തു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കെ എം മാണിക്ക് എതിരായിട്ട് ഒരാരോപണമുണ്ടായപ്പോൾ ഉടനെ ത്വരിത പരിശോധന നടത്തുന്നു, അനാവശ്യമായ തിടുക്കം കാണിക്കുന്നു, ലളിതകുമാരി കേസ് പലവട്ടം പറയുന്നു. അതിൻ്റെ എല്ലാം പേരിൽ കെ എം മാണിയെ എങ്ങനെ ക്രൂശിക്കാമെന്നുള്ളതിൻ്റെ ഗവേഷണമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. നേരെ മറിച്ച് ബാബുവിനെതിരെ കൃത്യമായ ആരോപണം പണം കൊടുത്ത ബിജു രമേശ് ഉന്നയിച്ചിട്ട് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവിടെ ത്വരിത പരിശോധനയ്ക്ക് വേഗത ഉണ്ടായിരുന്നു. വേഗത കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കെ എം മാണിക്ക് ഒരു നീതി, ബാബുവിന് മറ്റൊരു നീതി. ആഭ്യന്തരമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പണം കൊടുത്തു എന്ന് ബിജു രമേശ് പറയുന്നുണ്ട്. അവരുടെ ടേപ്പുകളിൽ അതെല്ലാം നാട്ടുകാർ കണ്ട കാര്യങ്ങളാണ്. പല ആളുകൾക്കും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെൻറ് ബാർ ഉടമകൾ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ വിശദമായ പരിശോധനയ്ക്ക് തയ്യാറാവണം. മന്ത്രി ബാബുവിന് ഇത്ര രൂപ കൊടുത്തു എന്ന് പറയുന്നത് തുടരന്വേഷണം നടത്തട്ടെ. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ വെച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള അന്വേഷണമായിരുന്നില്ല വേണ്ടത്. അപ്പോൾ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് നടത്തുന്ന വളരെ മോശമായൊരു സമീപനമാണ് UDF ഗവൺമെൻറ് കേരള കോൺഗ്രസിനോടും മാണി സാറിനോടും കാണിച്ചിരിക്കുന്നത്. ദേവസ്യയുടെ വാക്കുകളാണ് കേട്ടത്. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം കേരള കോൺഗ്രസിന്റെ വിശദാംശങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, വലിയ വസ്തുതകളാണ് ഒരുപക്ഷെ കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, കേരള കോൺഗ്രസിൻ്റെ തന്നെ പൊതുവികാരമെന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ പറയാവുന്ന ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട്, അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് രണ്ട് പേർക്ക്, ഒന്ന് കെ എം മാണിക്കെതിരെയും ഒന്ന് ബാബുവിനെതിരെയും, അതിൻ്റെ ഗ്രാവിറ്റി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നിഴലിച്ച് നിൽക്കുന്ന ഒരുപക്ഷെ കെ ബാബുവിനെതിരെയാണ്. കാരണം അതിൻ്റെ ഘടകങ്ങളൊക്കെ തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നു. എത്രത്തോളം ഗുരുതരമാണ്? ദേവസ്യയുടെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? ദേവസ്യയുടെ എന്നല്ല, ഒരുപക്ഷെ ഇന്നടക്കം ബിജു രമേശ് അടക്കം ഉന്നയിച്ച ഘടകങ്ങളെ മൊത്തത്തിൽ പരിശോധിച്ചാൽ എന്തൊരു പക്ഷേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? പ്രജീഷ, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ജെ ദേവസ്യയുടെ ഈ വാക്കുകളിൽ മാണിയോട് അടുപ്പമുള്ള മാണി ഗ്രൂപ്പിലെ നേതാക്കളുടെ മുഴുവൻ വികാരം പ്രതിഫലിക്കുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ വലിയ അമർഷത്തിലാണ് മാണി ഗ്രൂപ്പിലെ നേതാക്കളെല്ലാവരും. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് കെ ജെ ദേവസ്യ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള നീതിയാണ് കാര്യങ്ങളിൽ നടക്കുന്നത്. ഒന്ന്, കെ എം മാണിക്കെതിരെയുള്ള കേസ് വളരെ ത്വരിതഗതിയിൽ അന്വേഷിക്കുന്നു. കെ ബാബുവിനെതിരെ വന്ന ആരോപണം കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. 10 കോടി രൂപ കെ ബാബു വാങ്ങുന്ന ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പണം നേരിട്ട് കൊടുത്തതായി, 50 ലക്ഷം രൂപ നേരിട്ട് കൊടുത്തതായി ബിജു രമേശ് തന്നെ പറയുന്നു. എന്നാൽ ബാബുവിനെതിരായിട്ടുള്ള കേസ് ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എഴുതി തള്ളുന്നു. കെ എം മാണിക്കെതിരായിട്ടുള്ള കേസ് ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം FIR-ലേക്ക് പോകുന്നു. ഈ FIR ഇട്ട ഘട്ടത്തിൽ ലളിതകുമാരി വേഴ്സസ് UP കേസ് ആയിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഈ ലളിതകുമാരി കേസ് ബാബുവിൻ്റെ കാര്യത്തിൽ ബാധകമേ അല്ലേ എന്ന ചോദ്യമാണ് കേരള കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇക്കാര്യം കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന മറ്റ് നേതാക്കളുടെ മനസ്സിലുണ്ടെങ്കിലും അവരിപ്പോൾ തുറന്നു ചോദിക്കുന്നില്ല. ഇപ്പോഴും കേസിൻ്റെ തുടരന്വേഷണം ഉമ്മൻചാണ്ടിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കയ്യിലാണ്. അതാണ് ഈ ഭയത്തിന് കാരണം. എന്നാൽ കേരള കോൺഗ്രസിനകത്ത് കെ എം മാണിയോട് അടുപ്പമുള്ള നേതാക്കൾക്കകത്ത് വലിയ അമർഷം പുകയുന്നു. അതിൽ രണ്ട് നീതി എന്ന കൃത്യമായ കാര്യമുണ്ട്. കെ എം മാണിയോട് കാണിച്ചത് ശരിയായ സമീപനമല്ല. കെ ബാബുവിനും കെ എം മാണിക്കുമെതിരെ രണ്ട് തരത്തിലുള്ള സമീപനമാണ്. അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം മാണി ഗ്രൂപ്പ് വരും ദിവസങ്ങളിൽ ആവശ്യപ്പെടാനിരിക്കുന്ന ഏറ്റവും പരസ്യമായി ആവശ്യപ്പെടാനിരിക്കുന്ന കാര്യമാണ് കെ ജെ ദേവസ്യ ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ബാർ ഉടമകൾ നടത്തിയിട്ടുള്ള എല്ലാ ആരോപണത്തിലും വിശദമായ അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന വെല്ലുവിളിയാണ് കെ ജെ ദേവസ്യ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്, കാരണം
കാരണം ഒരു വർഷം ഒരു കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട് ഈ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനം ഇല്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ഒരുപക്ഷെ നമ്മൾക്ക് എങ്ങനെ കാണും? കാരണം വസ്തുതകൾ അപ്പോഴും പ്രകടമാണ്. കാലാവധിയോ കാലഘട്ടമോ ഒന്നുമല്ല. ഒരുപക്ഷെ ഈ കെ ബാബു അടക്കം ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ട് നിയമ നടപടികളിലേക്ക് എങ്കിൽ ബിജു രമേശ് കടന്നില്ല? കാരണം അവിടെ വിജിലൻസ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 164 സ്റ്റേറ്റ്മെൻ്റ് അടക്കം മുന്നോട്ട് തേടിയപ്പോൾ ബിജു രമേശ് മുന്നോട്ട് വെച്ച ഘടകങ്ങളെ പരിശോധിച്ചില്ല. ഇതടക്കം ഒരുപക്ഷെ ബിജുവിന് എന്തുകൊണ്ട് ആ സമയത്ത് കോടതിയെ സമീപിച്ചുകൂടാ? ഇതൊക്കെ പറയുമ്പോഴും വസ്തുതകൾ പ്രകടമായി തന്നെ നിൽക്കുന്നു. ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ്, ഇരട്ട നീതി, ഒരുപക്ഷെ രണ്ട് പേർക്കും രണ്ട് നീതി എന്ന തലത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഒരുപക്ഷെ കെ എം മാണി ഇക്കാര്യത്തിൽ വഞ്ചിച്ചിരിക്കുന്നു? ഇക്കാര്യത്തിൽ മാണിയോട് മാത്രം ഒരു ധാർമ്മികതയുടെ അവകാശമൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മാണിയെ മാറ്റി നിർത്തുന്നു. പകരം കേസിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് വരുമ്പോൾ പ്രകടമാകുന്നത് എന്താണ്? ഗ്രാവിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നയിച്ച വിഷയം, വാങ്ങിയ പണത്തിൻ്റെ കണക്ക്, ബിജു രമേശ് പറഞ്ഞ മുഖവിലേക്കെടുത്താൽ പണത്തിൻ്റെ കണക്ക്, തെളിവുകൾ, ഇതൊക്കെ ഇതിലേക്കൂടെയൊക്കെ തന്നെ ബാബുവിൻ്റെ കാര്യത്തിലെ ആ നാൾവഴികളിലൂടെ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ വ്യക്തമാകുന്ന ഇരട്ട നീതി. തീർച്ചയായും പ്രജീഷ്, ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിനകത്ത് വലിയ അമർഷമുണ്ട്. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ കെ ബാബുവിൻ്റെ കാര്യത്തിൽ കുറെ കൂടി കടുപ്പമുള്ള ആരോപണമാണ് ബിജു രമേശ് ഉന്നയിച്ചിരുന്നത്. 10 കോടി രൂപ കെ ബാബുവിന് കൈക്കൂലി ബാർ അസോസിയേഷൻ നൽകിയെന്ന് ബിജു രമേശ് പരസ്യമായി പറഞ്ഞു. അതിൽ 50 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ ഒരു കെ ബാബുവിൻ്റെ മുറിയിൽ നേരിട്ട് കൊടുത്തു. അതിന് ബിജു രമേശിൻ്റെ സുഹൃത്തായിട്ടുള്ള റഫീസ് എന്ന ദൃക്സാക്ഷിയുമുണ്ട്. എന്നാൽ ഈ മൊഴി പോലും രേഖപ്പെടുത്തുന്നതിന് വിജിലൻസ് തയ്യാറായിട്ടില്ല. ബിജു രമേശ് ഇന്നും ആവർത്തിച്ചു പറയുന്നത് ഈ മൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ്. ശരിയായ രീതിയിൽ മൊഴി പോലും രേഖപ്പെടുത്താതെ കെ ബാബുവിൻ്റെ കേസ് എഴുതി തള്ളുന്നു. അതേസമയം കെ എം മാണിയുടെ കേസ് വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കേരള കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ള 7 അംഗ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള ഗൂഢാലോചനയും ഈ രീതിയിൽ തന്നെയാണ്. വളരെ കൃത്യമായും ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ഈ കേസ് ഉണ്ടാക്കുന്നതിൽ ഗൂഢാലോചന നടത്തി. കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ടു. കേരള കോൺഗ്രസിന് എതിരെ നടത്തിയ നീക്കം എന്ന രീതിയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഇക്കാര്യത്തെ കാണുന്നത്. ഇത് കേരള കോൺഗ്രസിൽ മാണിയോട് അടുപ്പമുള്ള ഒട്ടേറെ നേതാക്കൾക്ക് ഈ അഭിപ്രായമുണ്ട്. എന്നാൽ പരസ്യമായി ഇക്കാര്യം പറയുന്നതിന് ഇപ്പോൾ മാണി വിഭാഗത്തിലെ മുതിർന്ന നേതാക്കൾ തയ്യാറായിട്ടില്ല. ഉണ്ണിയാടൻ വളരെ പരോക്ഷമായി രാവിലെ തന്നെ ഇക്കാര്യത്തിലുള്ള ഇരട്ടനീതി സൂചിപ്പിച്ചു. എന്നാൽ ഈ മാണി ഗ്രൂപ്പിലെ അടിത്തട്ടിൽ ഇത് വളരെ വലിയ വികാരമായി മാറുന്നുണ്ട്. അവർ ഇത്തരത്തിലുള്ള പ്രതികരണവും ചില ബാറുടമകളിൽ നിന്ന് കൂടുതൽ തെളിവുകളും ശേഖരിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരുപക്ഷെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ബാറുടമകളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ എന്തായാലും എലഗൻ ബിനോയിയുടെ അടക്കം ഏറ്റവും ഒടുവിലായി PC ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഈ PC ജോർജ്, ഇക്കാര്യത്തിൽ കാരണം ദേവസ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്, ദേവസ്യ പ്രകടിപ്പിക്കുന്ന ആ ഒരു വികാരത്തെ മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? കാരണം ഇരട്ട നീതി ബാബുവിനും മാണിക്കും അവിടെ പ്രസക്തമാകുന്ന കാര്യം ഗ്രാവിറ്റി കേസിൻ്റെ അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻ്റെ ഗ്രാവിറ്റി പരിശോധിച്ചാൽ ഇരട്ട നീതിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു കേരള കോൺഗ്രസ്കാരൻ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളെ താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു? കേരള കോൺഗ്രസ്സുകാരൻ നിഷ്പക്ഷമായ ഒരു വ്യക്തി എന്ന നിലയിൽ കണ്ടാലും ഒരു 15 കോടി രൂപ പിടിച്ചു, 1 കോടി രൂപ പിടിച്ചു കെ എം മാണിക്ക് കൊടുത്തു, ബാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സത്യമാണ്. 1 കോടി കൊടുത്ത മാണി രാജിവെക്കുമ്പോൾ അതിൽ കൂടുതൽ ഭയങ്കര എന്ത് ചെയ്യണമെന്ന ചോദ്യം പ്രസക്തിയുണ്ടോ? അല്ലേ? നിഷേധിക്കാൻ പറ്റുമോ? സത്യത്തില് അത് ദേവസ്യ എന്ന് പറയുന്ന കേരള കോൺഗ്രസിലെ ഏറ്റവും തലം മുതിർന്ന ഒരു ജില്ലാ പ്രസിഡന്റാണ്. അങ്ങനെ വയനാട് ജില്ലാ പ്രസിഡന്റാണ് ദേവസ്യ. അതൊരു പഴയ കേരള കോൺഗ്രസ് പ്രവർത്തകരുമാണ്. ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല. അങ്ങേരുടെ വികാരം ചെറുതല്ല, അങ്ങനെ നല്ലെന്ന് കേരളത്തിൽ ഏത് നിഷ്പക്ഷമതിയും പറയും. ആദ്യം രാജിവെക്കേണ്ട മാണി രാജിവെക്കാൻ പണി നിർത്തി പോകേണ്ടവനാ, അത്ര കള്ളനാണ്. പക്ഷെ ഉമ്മൻചാണ്ടി പറഞ്ഞ കാശ് കൊടുത്തിട്ടത്, ഉമ്മൻചാണ്ടി പറഞ്ഞല്ലേ കുഞ്ഞാനെ കൊണ്ട് വീട്ടിൽ കാശ് കൊടുത്തു വിട്ടത്, ഉമ്മൻചാണ്ടി പറഞ്ഞ ബാബുജിയെ കൊണ്ട് കാശ് കൊടുത്തത്. അപ്പൊ ഉമ്മൻചാണ്ടിയെ പിടിക്കാതെ പിന്നെ ബാബുവിനെ പിടിച്ചിട്ടുള്ള കാര്യം? ഉമ്മൻചാണ്ടി തന്നെയാണ് പ്രതി ഒന്നാം പ്രതി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടത് അത് കേരളത്തിലെ ജനങ്ങളുടെ വളരെ ശക്തമായി ഉയർന്നു വേണ്ട ഒരു ആവശ്യമാണ്. അതിനുള്ള ഇടപെടലാണ് അഭിപ്രായം. ചാനലുകൾ ഇനി ആ ഉമ്മൻചാണ്ടി പറയുക നോക്കണം. അങ്ങനെ കൊണ്ട് രാജിവെപ്പിക്കാൻ പറയുന്നത് നീതി, ആ സാമൂഹിക നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മാണി തീർന്ന് മതി. ഇനി ആ ഉമ്മൻചാണ്ടിയെ കയറിപ്പിടിക്കും. ഉമ്മൻചാണ്ടിയല്ലേ ഏറ്റവും വലിയ കള്ളൻ. ഞാൻ നേരത്തെ പറയുന്നത് മുക്കാ കള്ളനാണ് മാണി.
ശ്രീ പി സി ജോർജ് കാരണം നമുക്ക് വിഷയത്തിന്റെ അഗാധതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി പറയുന്ന ഒരു ന്യായമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷം എവിടെ പോയി ബിജു രമേശ് ഇക്കാര്യത്തിൽ? ബിജു രമേശ് 164 സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ ആ ഘട്ടത്തിലൊക്കെ തന്നെ എത്തിയപ്പോഴും അങ്ങനെ ഒരു വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തൻ്റെ മൊഴി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? ഇതൊക്കെ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ആ മുഖ്യമന്ത്രി തിരിച്ചൊന്ന് നിങ്ങൾ ചോദിച്ചേ. ബിജു രമേശ് എന്ന് പറയുന്ന ആള് സ്വാഭാവികമായി നമ്മുടെ ക്രിമിനൽ നിയമപ്രകാരം ഈ കറപ്ഷൻ ഉണ്ടെങ്കിൽ വായിച്ചു കൊടുക്കുന്നവനും മേടിക്കുന്നവനും ശിക്ഷപ്പെടും. അപ്പൊ സ്വയം ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടൊരു വ്യക്തി പറയുന്നത് കള്ളം പറയുമോ? ഒരു മന്ത്രിയെ പോയി ഒഴിവാക്കിയിട്ട് അയക്കന്തോ കിട്ടാറ് മന്ത്രിസ്ഥാനം കെ ബാബുവിന് പോയി നിന്നിട്ട് ബിജു രമേശ് എന്ത് ലാഭം? അപ്പൊ ബിജു രമേശ് അത് പറയുന്നെങ്കിൽ സ്വയം ശിക്ഷപ്പെടാൻ കൂടെ തയ്യാറായിക്കൊണ്ടൊരു വ്യക്തി അത് പറയുന്നെങ്കിൽ അതിനകത്ത് എന്തോ അർത്ഥമുണ്ടെന്നല്ലേ? അത് ഉമ്മൻചാണ്ടിക്ക് തന്നെ മനസ്സിലാകാത്തത്. ഉമ്മൻചാണ്ടിക്ക് അറിയാവുന്ന ഇതുപോലെ സത്യം. ഉമ്മൻചാണ്ടി വന്ന് ഒരു കൊല്ലമായിട്ട് മിണ്ടിക്കില്ല. ഈ ഒരു കൊല്ലക്കാലത്ത് ബിജു രമേശ് എന്തെല്ലാം ചെയ്തു? ആ മനുഷ്യന്റെ 5 കെട്ടിടം ഇടിച്ചു പൊളിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറെയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും ആരെയെല്ലാം ഉമ്മൻചാണ്ടി വിളിച്ചു. ഉമ്മൻചാണ്ടിയെ പോലെ വൈരാഗ്യം തീർക്കുന്നവർക്ക് കേരള രാഷ്ട്രീയത്തിലുണ്ടോ? ബാക്കി ഒരു രാഷ്ട്രീയക്കാർ ഇതുപോലെ വ്യക്തികളെ ദേഹവാദം ചെയ്ത് നശിപ്പിക്കുക ചെയ്യല. ഇടപെട്ടെന്ന് പറയുന്നത് പുറത്തേക്കുള്ള പണിയാണ്. യെസ്, അങ്ങനെയുണ്ടെങ്കിൽ ശ്രീ പി സി ജോർജ് വീണ്ടും അവിടെ വിജിലൻസ് ഡയറക്ടറുടെ അടക്കം ഇടപെടലുകളാണ് ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെ വീണ്ടും വിജിലൻസ് ഒരുപക്ഷെ ഇതിന്റെ നിയമപരമായ പോരാട്ടത്തിലേക്ക് കേസടക്കം കൊടുത്തുകൊണ്ട് പോയാൽ പ്രതിക്കൂട്ടിലാകുന്നത് വിജിലൻസ് അടക്കം പ്രതിക്കൂട്ടിലാകുന്നു. വലിയ ഗൂഢാലോചനയുടെ മറ്റൊരു വശം കൂടിയാണ് ഒരുപക്ഷെ വെളിവാകാൻ പോകുന്നത്. വളരെ വ്യക്തമാണ്. ബിജു രമേശ് വളരെ ശക്തമായി ഈ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല? കെ എം മാണിയുടെ 1 കോടിക്ക് വെരിഫിക്കേഷൻ FIR എന്താ ആ ഉദ്യോഗസ്ഥൻ ഇതൊന്നും കൊടുക്കാത്ത? ആ ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് DGP താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ദയവായി താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ഒന്ന് ക്ലിയർ വരുത്തുക. ഇപ്പോൾ ദേവസ്യ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദേവസ്യ, ഇവിടെ ഇരട്ട നീതി എന്ന് ആരോപിക്കപ്പെടുമ്പോഴുള്ള ഗ്രാവിറ്റി 2 വിഷയങ്ങളെ നമുക്ക് രണ്ടായിട്ട് കാണാം മാറ്റിവെച്ചുകൊണ്ട്. ഈ 2 വിഷയങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ ഗുരുതരമായ പിഴവുകളാണ് വന്നിരിക്കുന്നത്. അവിടെ കെ എം മാണിയെ ബോധപൂർവ്വം ഒരുപക്ഷെ നിങ്ങൾ നേതാക്കളടക്കം പറയുന്നത് പോലെയുള്ള ഗൂഢാലോചന വ്യക്തമാവുകയാണ്, അടിവരയിടുകയാണ് ഒരുപക്ഷെ സമീപനത്തിന്റെ കാര്യത്തിൽ. അവിടെ തുറന്നു കാട്ടാനുള്ള എന്ത് കാര്യങ്ങൾ? കാരണം ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളെ അടക്കം പലരെയും ബന്ധപ്പെട്ടിട്ട് പോലും പലരും ഒരുപക്ഷെ തുറന്നു പറയാത്ത രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ താങ്കൾ തുറന്നു പറഞ്ഞാൽ ആദ്യം തന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെ ഒരുപക്ഷെ നിഴലിക്കുന്ന സംശയങ്ങൾ, അതിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുള്ളത്? ബിജു രമേശ് പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ ധാരാളം ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. 10-25 കോടി പിരിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ വാക്കുകൾ ശരിയാണ് എങ്കിൽ ആ രൂപയെല്ലാം എവിടെ കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എക്സൈസ് മിനിസ്റ്റർ കെ ബാബുവ. അതെ, കെ ബാബുവിന് നേരിട്ട് കൊണ്ടുപോയി ഞാൻ പണം കൊടുത്തു എന്നാണ് ബിജു രമേശ് പറഞ്ഞത്. മാണിസാറിന് പണം കൊടുത്തു എന്ന് പറയുന്നത് വേറെ 3 പേര് ചെന്ന് കൊടുത്തു എന്നാണ് ഇയാൾ പറഞ്ഞ കാര്യം. അയാൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ കൃത്യമായിട്ടും ഇയാള് കെ ബാബു മിനിസ്റ്ററിന് പണം കൊണ്ടുപോയി കൊടുത്തു, ഇന്ന കാര്യത്തിനാണ് കൊടുത്തത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും അതിനെ സംബന്ധിച്ച് ന്യായമായ അന്വേഷണം നടത്തുവാൻ തയ്യാറായില്ല. ത്വരിത പരിശോധന എന്ന് പറയുന്നത് 2 മന്ത്രിമാർക്ക്, ഒരു മന്ത്രിക്ക് ഒരു വിധത്തിലും മറ്റൊരു മന്ത്രിക്ക് മറ്റൊരു രൂപത്തിലുമാണോ വേണ്ടത്? ലളിതകുമാരി കേസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, ഒരു മന്ത്രിക്ക് ഇങ്ങനെ വേണം, മറ്റൊരു മന്ത്രിക്ക് അങ്ങനെ വേണം. തങ്ങളുടെ കൈപ്പടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് ബാബുവിനെതിരെ കേസില്ല എന്നുള്ള രൂപത്തിലാക്കി തീർത്തതിന് ശേഷം നാട്ടുകാരോട് കെ എം മാണിയെ കൊടുക്കുക, ബാബുവിനെ രക്ഷിക്കുക എന്ന സമീപനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങയുടെ ഇതേ വികാരമാണോ ഈ പറയുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങൾക്കും, കെ എം മാണിയുടെ വിശ്വസ്തർ മാണിക്ക് പോലും? പാർട്ടിക്കകത്ത് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ വികാരമാണല്ലോ ഇത്. അതിനകത്ത് എന്താ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? വ്യത്യാസം പറഞ്ഞോ? അത് തന്നെയാണ് ഒരുപക്ഷെ പ്രകടമാകുന്നത്. ശ്രീ ദേവസ്യ, ഈ കാര്യത്തിൽ ഞാൻ ചോദിച്ചത് കാരണം മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അതിൻ്റെ സാങ്കേതികത്വം
പറയുന്നത് ആ സാങ്കേതികത്വമല്ല. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം എന്താ, ബിജു രമേശ് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ബിജു രമേശ് എല്ലാം ചെയ്തോട്ടെ. ഇത്രയും പ്രകടമായ മാണിയോട് കാണിച്ച വലിയ രീതിയിലുള്ള ഈ ഉത്സാഹം അന്വേഷണത്തിന് വേണ്ടി, കാരണം FIR ഇട്ടത് പോലും അറിയാമല്ലോ, കിക്ക് വെരിഫിക്കേഷൻ നടന്നു, അതിനുശേഷം FIR ഇടുന്നു, അത്രയും ഉള്ള ഉത്സാഹം പോലും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടായില്ല? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഗൂഢാലോചന അതിൻ്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുകയല്ലേ? ഗൂഢാലോചന തന്നെയാണ്, അതിന്റെ വ്യാപ്തി വർദ്ധിച്ചതുമാണ്. അതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഗൂഢാലോചന തന്നെയാണ് നടന്നിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ആവർത്തിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു പക്ഷേ KM മാണി അശക്തനായി പോയത് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ? കാരണം ഒരു വർഷം പിന്നിട്ടല്ലോ. മാണി സാറിനോട് ഒരു പക്ഷേ ശ്രീ KM മാണി ഒക്കെ ആ കാലയളവിൽ ഒക്കെ തന്നെ ഇത് വിലയിരുത്തിയതുമാണ്. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ഉന്നയിക്കപ്പെടാതെ പോയി? KM മാണി ഇവിടെ തെറ്റുകാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. വിധിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. വിധി പറയാൻ ഈ ജഡ്ജിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് നടപടിക്രമങ്ങളിലെ ഈ ഇരട്ട നീതി എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോയി? ഇരട്ട നീതി ഞാൻ സമ്മതിച്ചു. ഇവിടെ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ KM മാണി തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് പറയാനല്ല. അയാൾക്ക് വായി തോന്നിയതല്ല, അയാൾ പറഞ്ഞിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അയാൾ ഷേക്സ്പിയർ കഥയും സീസറിന്റെ ഭാര്യയുടെ സംശയവും ഒക്കെ ഈ കേസിൽ എടുത്ത് പറയേണ്ട കാര്യമില്ല. അതിന് അയാൾക്ക് ഏതെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അതായത് ശ്രീ ദേവസ്യ, ഈ പറയുന്ന ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP അതിൻ്റെ, അതായത് ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളെ പോലും വളച്ചൊടിച്ചിരിക്കുന്നു ഒരു മന്ത്രിയുടെ കാര്യത്തിൽ, മറ്റൊരു മന്ത്രിക്ക് വേറൊരു നീതിയും. അതെ, ആ ഇരട്ട നീതിക്കെതിരെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ബാബുവിന് ധാർമ്മികതയും സത്യസന്ധതയും ഒക്കെ കൈമുതലുള്ള ഒരു ഭരണകൂടമാണ് എങ്കിൽ ഒരു മന്ത്രിക്ക് ഒരു രൂപത്തിലുള്ള അന്വേഷണം, മറ്റൊരു മന്ത്രിക്ക് മറ്റൊരു രൂപത്തിലുള്ള അന്വേഷണം, ഇത് ശരിയാണോ? വ്യക്തമാണ്. എന്തായാലും അത് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ചോദ്യവും അതിൽ തട്ടിയുള്ള ചർച്ചകളും ഒക്കെ ആയിരിക്കും എന്തായാലും വരും നിമിഷങ്ങളിൽ.